നമസ്കാരം സുഹൃത്തുക്കളെ, യാത്രാ സ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. നിങ്ങളെ വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വിവരം ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആയുഷ്മാൻ ഭാരത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരുപാട് പേര് ഇതേക്കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ടാവും. ആയുഷ്മാൻ ഭാരത് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പരിരക്ഷയാണ്. അതായത് എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക, എല്ലാവർക്കും മികച്ച പരിരക്ഷ അല്ലെങ്കിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ഈ പദ്ധതി പ്രകാരം വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇന്ന് ഒരു കോൾ ചെയ്തിരുന്നു. അതായത് 14555 എന്നൊരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്കാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ സംശയങ്ങൾ വിളിച്ച് ചോദിക്കേണ്ടത്. ആ നമ്പറിലേക്ക് ഞാൻ ഒരു കോൾ ചെയ്തിരുന്നു. അപ്പം ഞാൻ ഈ പദ്ധതി പ്രകാരം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ കോൾ ചെയ്തത്. അപ്പം നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ അണ്ടറിലാണ് ഈ ദിശ എന്ന് പറയുന്ന ഒരു ഏജൻസി വർക്ക് ചെയ്യുന്നത്. ആ ദിശ എന്ന ഏജൻസിയിലേക്കാണ് നമ്മുടെ ഏജൻസി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് അല്ല കേട്ടോ, ഇത് ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്. അതിലേക്കാണ് എൻ്റെ കോള് പോയത്. അപ്പോൾ വളരെ മാന്യമായ പെരുമാറ്റമായിരുന്നു അവരുടേത്. അവരെന്നോട് റേഷൻ കാർഡ് നമ്പറാണ് ആവശ്യപ്പെട്ടത്. റേഷൻ കാർഡ് നമ്പർ ആവശ്യപ്പെട്ടപ്പം ഞാൻ അത് നൽകി. അത് പ്രകാരം അവർ പറഞ്ഞു നിങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന്. അപ്പം 2011 ഒരു സിസ്റ്റം പ്രകാരം നോക്കുമ്പം എൻ്റെ ഹസ്ബൻഡിന് ഒരു ബിസിനസ്സാണ് നടത്തുന്നത്. ഞാനാണെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ അതിൽ ഉൾപ്പെടാതെ പോയത്. അങ്ങനെ ആയിരിക്കാം അതിൽ ഉൾപ്പെടാതെ പോയത്. അപ്പം അന്നത്തെ 2011 ആ സെൻസസ് അനുസരിച്ചിട്ടുള്ള കണക്ക് പ്രകാരമാണ് ആളുകൾ ഇതിൽ ഉൾപ്പെടാതെ പോകുന്നതും ഉൾപ്പെടുന്നതും. ഇനി ഈ പദ്ധതി പ്രകാരം ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ ബന്ധുമിത്രാദികളെ, അതായത് അവരുടെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളെ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ഞാൻ അതിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ എനിക്ക് എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയും അതിലേക്ക് ആഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ എൻ്റെ മാതാപിതാക്കളെയും എല്ലാം ആഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ആ ഒരു സംവിധാനം മാത്രമാണ് അതിലുള്ളത്. പക്ഷെ നമ്മളെ അതിൽ ഉൾപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇതാണ് ആയുഷ്മാൻ ഭാരതിനെ കുറിച്ചുള്ള ഒരു ബേസിക്കായ ഐഡിയ കേട്ടോ. അപ്പം എന്താണ് ആയുഷ്മാൻ ഭാരത് എന്നും എങ്ങനെയാണ് അതിൽ അംഗമാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം ഇന്ന് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ പുതുതായി വന്ന ഒരു ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അപ്പം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രസിഡന്റ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതായത് 70 വയസ്സും അതിന് മേളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവരുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് ആ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പം 70 വയസ്സും അതിന് മുകളിലുമുള്ള പൗരർക്ക് സൗജന്യ ചികിത്സ, അതും ഒരു വർഷത്തേക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ നൽകുന്നു എന്നതാണ് ആ അപ്ഡേറ്റ്. അപ്പോൾ മുതിർന്ന പൗരർക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും അല്ലേ? നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരും, ഒരുപാട് അസുഖങ്ങളും ഉണ്ടാവും. അപ്പോൾ സാമ്പത്തികമായി നല്ല നിലയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ പിന്നോട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിലും അവരെ ചികിത്സിക്കുക അല്ലെങ്കിൽ പരിരക്ഷിക്കുക എന്നുള്ളത് കുടുംബത്തിനും അവർക്കും വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംവിധാനമാണ് അല്ലേ, സാഹചര്യമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു സംരക്ഷണം നൽകുക അല്ലെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ്, അതുപോലെ അവരെ പരിപാലിക്കുന്നവർക്ക് ഒരു സ്നേഹം അല്ലെങ്കിൽ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കുക എന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം 70 വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ പരിരക്ഷയാണ് ഇതുവഴി നടക്കുക. ഈ 70 വയസ്സെന്നുള്ള ക്രൈറ്റീരിയയിൽ സാമ്പത്തികം ഒട്ടും ഒരു മാനദണ്ഡമല്ല കേട്ടോ. 70 വയസ്സ് കഴിഞ്ഞാൽ നല്ല സാമ്പത്തികമുള്ള ആളുകൾക്കാണെങ്കിലും സാമ്പത്തികം തീരെ കുറഞ്ഞ വ്യക്തികൾക്കാണെങ്കിലും ഈ പദ്ധതി പ്രകാരം എല്ലാ സൗജന്യ ചികിത്സയും ലഭിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ന്യൂസ് അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ ഇൻഷുറൻസ്. 70 വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൗരരെയും കുടുംബ വരുമാനം കണക്കിലെടുക്കാതെ ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ പരിരക്ഷയ്ക്ക് കീഴിൽ കൊണ്ടുവരാൻ ബുധനാഴ്ച ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു.
4.5 കോടി കുടുംബങ്ങളിലെ 6 കോടി മുതിർന്ന പൗരരെ 5 ലക്ഷം രൂപ പരിരക്ഷയുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം. നിലവിൽ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന ആരോഗ്യ പദ്ധതിക്ക് കീഴിലുള്ളവർക്ക് അത് തുടരുകയോ പുതിയത് തിരഞ്ഞെടുക്കുകയോ ചെയ്യാം. അർഹരായവർക്ക് ഉടൻ വ്യക്തിഗത കാർഡ് വിതരണം ചെയ്യുമെന്ന് മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു. പദ്ധതിക്ക് 3437 കോടിയുടെ അധിക ചെലവാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? അതായത് ഈ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവരും ജോലിയില്ലാത്തവരായിരിക്കില്ല അല്ലേ? ഒരുപാട് പേര് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലോ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലോ പെൻഷനുള്ള ആളുകളായിരിക്കാം, ജോലി ചെയ്ത ആളുകളായിരിക്കാം, അവർക്ക് പെൻഷൻ ഉണ്ടാവാം, അതുപോലെ പല ഇൻഷുറൻസ് പരിരക്ഷകളും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റായി ഇൻഷുറൻസുകൾ എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി ഇപ്പോൾ തന്നിരിക്കുന്ന പുതിയ പദ്ധതിയിലേക്ക് മാറുകയും ചെയ്യാമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി ആർക്കൊക്കെ സംരക്ഷണം ലഭിക്കും എന്നതാണ്. 70 വയസ്സിൽ കൂടുതലുള്ള എല്ലാ മുതിർന്ന പൗരർക്കും സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കും. അർഹരായവർക്ക് പ്രത്യേക കാർഡ് വിതരണം ചെയ്തായിരിക്കും ആനുകൂല്യം ലഭ്യമാക്കുക. ഇനി നമുക്കൊരു സംശയം വരൂലേ, നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ളവരാണെങ്കിലോ ആ പദ്ധതിയിൽ പെട്ടവരാണെങ്കിലോ എങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കും അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സംശയം നോക്കാം. നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൗരർക്ക് 5 ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയായിരിക്കും ലഭിക്കുക. അധികമായി ലഭിക്കുന്ന 5 ലക്ഷം രൂപയുടെ പരിരക്ഷ കുടുംബത്തിലെ 70 വയസ്സിന് താഴെയുള്ള അംഗങ്ങൾക്ക് പങ്കിടാനാവില്ല. അതായത് നമ്മൾ ഒരു 5 ലക്ഷം രൂപയുടെ പരിരക്ഷ 70 വയസ്സിന് മുകളിലുള്ളവർക്കുണ്ടെങ്കിൽ അതിൽ പങ്കിടാൻ മറ്റുള്ളവർക്ക് കഴിയില്ല. അവർക്ക് പ്രത്യേകം വേറെ പരിരക്ഷയായിരിക്കും. ഈ 5 ലക്ഷത്തിൻ്റെ പരിരക്ഷ ആ മുതിർന്ന അംഗത്തിന് മാത്രമായിരിക്കും. ഇനി സ്വകാര്യ പോളിസി എടുത്തവരാണെങ്കിലോ എന്തായിരിക്കും കാര്യം? കേന്ദ്ര ഗവൺമെൻറ് ഹെൽത്ത് സ്കീം, എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം, ആയുഷ്മാൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് തുടങ്ങിയ മറ്റ് പൊതു ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ ഇതിനകം ലഭിക്കുന്ന 70 വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് നിലവിലുള്ള സ്കീമുകളിൽ തുടരുകയോ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് തിരഞ്ഞെടുക്കുകയോ ചെയ്യാം. സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമുള്ള കീഴിലുള്ള 70 വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇത് മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേറെ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടെങ്കിലും അതിൽ വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഇതിലോട്ട് മാറാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി 12.34 കോടി കുടുംബം, 55 കോടി ജനങ്ങൾ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നിലവിൽ ഇത്രയും ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. 70 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാരെയും സൗജന്യ പദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് കഴിഞ്ഞ ഏപ്രിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊതു ധനസഹായമുള്ള ആരോഗ്യ ഉറപ്പ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഇനി ഈ പദ്ധതിയിൽ നമ്മൾ ചേരാൻ അർഹരാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഈ ആയുഷ്മാൻ ഭാരതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ID ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതിൽ നമ്മൾക്ക് കയറുക, എന്നിട്ട് ആം ഐ എലിജിബിൾ എന്ന സെക്ഷൻ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിൽ നമ്മുടെ മൊബൈൽ നമ്പറും കോഡും എല്ലാം കൊടുക്കുക. അപ്പം നമ്മളുടെ ഒരു കോഡ് ഫോണിൽ വരൂ കേട്ടോ, ആ കോഡ് കൊടുക്കുക. അതുപോലെ OTP വെരിഫിക്കേഷൻ നടത്തുക. ആവശ്യമായ വിവരങ്ങൾ നൽകിയ ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മൾ എലിജിബിൾ ആണോ, ഈ സ്കീമിൽ ചേരാൻ നമ്മൾ എലിജിബിൾ ആണോ എന്ന് അറിയാൻ പറ്റും. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 14555 എന്ന ഒരു ടോൾ ഫ്രീ നമ്പർ, ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ അതിനുള്ള വിവരം കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി നമ്മൾ ഈ പദ്ധതി പ്രകാരം എലിജിബിൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാം ഇതിലേക്ക്? അപ്പോൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ആധാർ കാർഡോ റേഷൻ കാർഡോ വെരിഫിക്കേഷൻ ചെയ്യുക. പിന്നെ നമ്മുടെ കുടുംബ തിരിച്ചറിയൽ രേഖകളെല്ലാം നൽകുക. അത് കഴിഞ്ഞ് ഇത് നമ്മൾ ഒഫീഷ്യലായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് കഴിഞ്ഞാൽ ID കാർഡ് പ്രിൻറ്റ് ചെയ്ത് എടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ കാര്യം. അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അതിൽ ഓരോ കാര്യങ്ങളായിട്ട് ചോദിക്കും. അതെല്ലാം നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള കാർഡ് വരും. ആ പ്രിന്റ് വന്നാൽ നമുക്കത് ഫോണിൽ തന്നെ സേവ് ചെയ്ത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിലോ മറ്റോ പോയിട്ട് PVC കാർഡുകളായിട്ടോ ലാമിനേറ്റ് ചെയ്തോ എല്ലാം ഉപയോഗിക്കാം കേട്ടോ. ഇതെന്തായാലും നല്ലൊരു പദ്ധതിയല്ലേ സുഹൃത്തുക്കളെ? അപ്പം ഈ പദ്ധതി പ്രകാരം എന്തായാലും 70 വയസ്സ് കഴിഞ്ഞ ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പരാധീനതകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ അവർക്ക് ഞങ്ങളെ ചികിത്സിക്കാനുള്ള കാശ്
സർക്കാർ തരും അല്ലെങ്കിൽ കേന്ദ്രം തരും എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു ധൈര്യമാണ് അല്ലേ. അപ്പോൾ പകുതി അസുഖം അങ്ങനെ തന്നെ പോവും. പിന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഈ സാമ്പത്തിക പരാധീനത അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കുമ്പോൾ നമ്മളോട് സ്നേഹവും പരിരക്ഷയും അല്ലെങ്കിൽ സഹകരണവും എല്ലാം ഉണ്ടാവും അല്ലേ. അപ്പം ഇതെന്തായാലും നല്ല പദ്ധതിയാണ്, ഇത് വിജയിച്ചു വരട്ടെ. അപ്പം പുതിയതായി ചേരാൻ ഉദ്ദേശിക്കുന്ന അംഗങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്യുക, നമുക്കിതിൽ സാധിക്കുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ നിലവിൽ അംഗങ്ങളായിട്ടുള്ളവർ അതിൻ്റെ ആ കാർഡ് വെച്ച് അപ്ഗ്രേഡ് ചെയ്യുക. അതായത് നിങ്ങളുടെ 70 വയസ്സുള്ള അംഗങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കാർഡെല്ലാം അപ്ഗ്രേഡ് ചെയ്ത് പുതുതാക്കി മാറ്റുക. പിന്നെ അതിലൊരു പ്രത്യേക കാര്യം കൂടി പറയാനുണ്ട്. 70 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഒന്നിൽ കൂടുതൽ അംഗങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ 5 ലക്ഷം രൂപ ഷെയർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അതേക്കുറിച്ചും ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ അംഗങ്ങൾ, ഒരു അച്ഛനും അമ്മയൊക്കെ 70 വയസ്സ് കഴിഞ്ഞവരുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ചിലപ്പോൾ 5 ലക്ഷം രൂപയുടെ പോളിസി കിട്ടാൻ സാധ്യതയില്ല. അത് ചിലപ്പോൾ ഷെയറിംഗ് ആയിട്ട് വരാനാണ് സാധ്യത. ഇനി മറ്റുള്ള അംഗങ്ങൾക്കോ അവർക്ക് എത്രയാണോ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള എമൗണ്ട് ആയിരിക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയും ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു അപ്ഡേറ്റ്സ് ആണ്. നിങ്ങളപ്പം ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇനി മറ്റൊരു പുതിയ ഇൻഫർമേഷൻ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. ബൈ.